Hello everyone. Welcome to the eye opener video of Thanam Smart Savings and Investment Solutions. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികളാണ് മലയാളികളായ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുള്ളത്. മലയാളി ഇൻവെസ്റ്റേഴ്സ് ഇന്ന് പരമ്പരാഗതമായ സുരക്ഷിതമായ നിക്ഷേപ രീതികളിൽ നിന്നും മാറി പുതിയ ട്രെൻഡിംഗ് മേഖലകളിലേക്ക് കടക്കുകയാണ്. ടെക്നോളജി, കസ്റ്റമർ സർവീസ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയ അതിവേഗം വളരുന്ന സെക്ടറുകളാണ് മലയാളി ഇൻവെസ്റ്റേഴ്സ് ആശ്രയിക്കുന്നത്. സെക്യൂരിറ്റിയും ഫണ്ടമെന്റൽ സ്ട്രെങ്തും മുൻനിർത്തിയുള്ള ക്ലാസിക്കൽ ഇൻവെസ്റ്റിംഗ് സമീപനം ഇപ്പോഴും വളരെ റിലവന്റ് ആണ്. എന്നാൽ കൂടിയും ന്യൂ ജനറേഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ വരവോടെയാണ് ഈ അപ്രോച്ച് കൂടുതൽ എക്സൈറ്റിംഗ് ആയി മാറിയത്. അത്തരത്തിൽ യങ് ഇൻവെസ്റ്റേഴ്സിനിടയിൽ ട്രെൻഡിംഗ് ആയി നിലനിൽക്കുന്ന സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ടു ദ ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ടാറ്റ LXI ലിമിറ്റഡിനെ കുറിച്ചാണ്. ഓട്ടോമോട്ടീവ്, മീഡിയ, കമ്മ്യൂണിക്കേഷൻസ്, ഹെൽത്ത് കെയർ തുടങ്ങിയ വ്യവസായങ്ങളിലുടനീളം ഡിസൈൻ ടെക്നോളജി സർവീസ് നൽകുന്ന ലോകത്തിലെ ടോപ്പ് പ്രൊവൈഡേഴ്സിൽ ഒന്നാണ് ടാറ്റ LXI. റിസർച്ച്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഡിസൈൻ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഇവാലുവേഷൻ, അലൈൻമെന്റ് എന്നിവ മുതൽ പല ഇന്റഗ്രേറ്റഡ് സർവീസും ടാറ്റ LXI നൽകുന്നുണ്ട്. കൂടാതെ ലോകത്തെമ്പാടുമുള്ള ഡിസൈൻ സ്റ്റുഡിയോകൾ, ഗ്ലോബൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് എന്നിവയുടെ നെറ്റ്വർക്കും കമ്പനിയെ പിന്തുണയ്ക്കുന്നുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4 റിസൾട്ടിൽ ടാറ്റ LXI സ്റ്റോക്ക് പെർഫോമൻസിൽ കാണിക്കുന്ന ചേഞ്ചസ് കമ്പനിയുടെ സ്ട്രെങ്ത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ തുടർച്ചയായ കുറവ് ഉണ്ടായിട്ടുണ്ട്. ഈ വിഭാഗം മാത്രം കമ്പനിയുടെ മൊത്തം സേവന വരുമാനത്തിന്റെ 53% പങ്കുവഹിക്കുന്നതിനാൽ ഇത് സ്ഥാപനത്തിന്റെ മൊത്തം പ്രകടനത്തിലും പ്രതിഫലിച്ചിരുന്നു. അതേസമയം ഹെൽത്ത് കെയർ, ലൈഫ് സയൻസ് വിഭാഗം ശക്തമായ വളർച്ച കാണിച്ചതും പുതിയ യൂറോപ്യൻ OEM കരാർ പോലെയുള്ള ലോങ് ടേം പോസിറ്റീവ് ഡെവലപ്മെന്റും കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് വഴിയൊരുക്കുന്നുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് അനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് വോളിയം ഉയർച്ചയോടൊപ്പം 315% വരെ ഓപ്പൺ ലോ സെറ്റപ്പ് കാണിച്ചിട്ടുണ്ട്. 5000 ലെവലിലെ ക്ലോസിംഗ് ലെവൽ നിലനിർത്തുമ്പോൾ നെക്സ്റ്റ് ലെവൽ റെസിസ്റ്റൻസ് 5742 എന്ന ലെവലിലാണെന്ന് നമുക്ക് ഏതാണ്ട് പ്രതീക്ഷിക്കാം. അതിനാൽ തന്നെ ഷോർട്ട് ടേം ട്രേഡേഴ്സിന് ഇതൊരു നല്ല തിരഞ്ഞെടുപ്പായിരിക്കും. ടാറ്റ LXI മികച്ച നിലവാരമുള്ള ഒരു കമ്പനിയാണ് എന്നതിൽ സംശയമില്ല. 10 വർഷത്തെ ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡും ഫെയർ വാല്യുവേഷൻ മേഖലയിൽ ഇപ്പോഴുള്ള കമ്പനിയുടെ സ്റ്റാറ്റസും ക്വാളിറ്റി ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു ശ്രദ്ധേയമായ സ്റ്റോക്കാക്കി ടാറ്റ LXIയെ മാറ്റുന്നുണ്ട്. രണ്ടാമതായി അവന്യൂ സൂപ്പർ മാർക്കറ്റ് ലിമിറ്റഡ്. മലയാളികളായ യങ് ട്രേഡേഴ്സ് സെലക്ട് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റോക്കാണ് അവന്യൂ സൂപ്പർ മാർക്കറ്റ് ലിമിറ്റഡ്. ഡിമാർട്ട് സൂപ്പർ മാർക്കറ്റുകളെയും ഹൈപ്പർ മാർക്കറ്റുകളുടെയും ശൃംഖല നടത്തുന്ന ഒരു ഇന്ത്യൻ റീറ്റെയിൽ കോർപ്പറേഷനാണ് അവന്യൂ സൂപ്പർ മാർക്കറ്റ് ലിമിറ്റഡ്. രാധാകിഷൻ ധമാനി സ്ഥാപിച്ച കമ്പനിയുടെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയിലെ 12 സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറികളിലുമായി ഡിമാർട്ടിന് 400 സ്റ്റോറുകളുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിന്റെ Q4 റിസൾട്ട് പുറത്തു വന്നതോടെ ഡിമാർട്ട് സ്റ്റോക്ക് വലിയ മാർക്കറ്റ് അറ്റൻഷനും ഇൻട്രസ്റ്റുമാണ് കാണാൻ കഴിഞ്ഞത്. അവന്യൂ സൂപ്പർ മാർക്കറ്റ് ലിമിറ്റഡ് നടത്തുന്ന ഡിമാർട്ട് Q4-ൽ 14,463.39 കോടി രൂപ വരുമാനവുമായി 16.7% വാർഷിക വരുമാന വളർച്ച കൈവരിച്ചു. മികച്ച ഡിമാൻഡും സ്റ്റോർ വിപുലീകരണവും ഇതിന് കാരണമായി. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ സ്റ്റഡി ഗ്രോത്ത് ട്രെൻഡ് തുടരുകയും കമ്പനി തങ്ങളുടെ ബിസിനസ് മോഡലിന്റെ സ്റ്റെബിലിറ്റിയും ബേസിക് സ്ട്രെങ്തും വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇൻവെസ്റ്റേഴ്സിന്റെ വിശ്വാസം വർദ്ധിച്ചതും സ്ഥിരമായിട്ടുള്ള വ്യാപാര വളർച്ചയും സ്റ്റോക്കിന്റെ വിലയെ ശക്തമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ വീക്ക്ലി ചാർട്ടുകളിൽ താഴ്ന്ന ലെവലുകളിലേക്ക് സ്റ്റോക്ക് എത്തിയതും RSI ഓസിലേറ്ററിലെ പോസിറ്റീവ് ഡൈവേർജൻസ് കാണപ്പെട്ടതും സമീപകാല ട്രെൻഡ് റിവേഴ്സലിന്റെ ശക്തമായ സൂചനകളായിട്ടാണ് കാണിക്കപ്പെടുന്നത്. കൂടാതെ വോളിയത്തിൽ ഉണ്ടായ വലിയ കുതിച്ചുചാട്ടം ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യം കൂടുതലാണ് വ്യക്തമാക്കുന്നത്. വില നിലവിൽ 4080-4100 പരിധിയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതിനാൽ 4580 അല്ലെങ്കിൽ 4600 ലെവലിലേക്ക് ബൗൺസ് പോസിബിലിറ്റി കാണാൻ കഴിയും. ഡിമാർട്ടിന്റെ സ്ഥിരതയാർന്ന വരുമാന വളർച്ചയും ടെക്നിക്കലായി കാണുന്ന പോസിറ്റീവ് സിഗ്നലുകളും ഈ സ്റ്റോക്കിനെ വളരെ ആകർഷണീയമാക്കുന്നു. Q4 റിസൾട്ടുകളിൽ കാണുന്ന എനർജി കമ്പനിയുടെ സ്ട്രോങ് ഫണ്ടമെന്റൽസും വിപണിയിലേക്കുള്ള വളർച്ചാ സാധ്യതകളും അനാവരണം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഇത് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കാരണമാകാം കേരളത്തിലെ ന്യൂ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരുടെ താല്പര്യം കൂടുതൽ കാണിക്കുന്നത്. യങ് മലയാളി ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് IRCTC ആണ്. ഇന്ത്യൻ റെയിൽവേസ് കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. സർക്കാർ ഉടമസ്ഥയിലുള്ള ഇന്ത്യൻ റെയിൽവേസ് ടിക്കറ്റ് ബുക്കിംഗ് ആൻഡ് കാറ്ററിംഗ്, ടൂറിസം സേവനങ്ങൾ എന്നിവ നൽകുന്ന ഒരു ഇന്ത്യൻ പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് IRCTC.
1999 ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ച കമ്പനി റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. 2019 ഇതിന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടു. 67% ഓണർഷിപ്പ് സർക്കാരിന്റേതായിരുന്നു. 2023 ഡിസംബർ വരെ IRCTCയിൽ 66 മില്യൺ ഉപഭോക്താക്കളുണ്ട്. ഡെയിലി ശരാശരി 7.3 ലക്ഷം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെടുന്നുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സിറ്റുവേഷൻ, കമ്പനിയെ കുറിച്ചുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ എന്നിവയെ തുടർന്ന് IRCTCയുടെ സ്റ്റോക്ക് പ്രൈസിൽ വലിയൊരു മൂവ്മെന്റുകളാണ് കണ്ടു തുടങ്ങുന്നത്. ടെക്നിക്കൽ അനാലിസ്റ്റുകൾ അടുത്തിടെ ഓഹരി ഒരു കൺസോൾട്ടേഷൻ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് കണക്കാക്കുന്നത്. വോളിയത്തിലുണ്ടായ വർധന, RSI ഓസിലേറ്ററിന്റെ ചലനം, മാക്ഡി ക്രോസ് ഓവർ തുടങ്ങിയ സിഗ്നലുകൾ ഷോർട്ട് ടൈം ബൗൺസ് സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. കമ്പനി ഭാവിയിൽ വൈവിധ്യമാർന്ന റെയിൽവേ, ടൂറിസം സേവനങ്ങളും കാറ്ററിംഗിന്റെ ഡിജിറ്റൽ വിപുലീകരണവും കൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ ലക്ഷ്യമിടുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ടുകളും IRCTCയുടെ വരുമാനത്തിൽ മികച്ച പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. IRCTC സ്റ്റോക്കിന് എക്കണോമിക് ഇംപ്രൂവ്മെന്റ്സും സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ്സും പ്ലാനുകളും പുതിയ ട്രാവൽ ട്രെൻഡുകളും സ്റ്റോക്കിന് മികച്ച താല്പര്യവും വളർച്ചാ സാധ്യതയും നൽകുന്നുണ്ട്. നിലവിലെ നിരക്കിൽ ശ്രദ്ധാപൂർവമായ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളിൽ ഒന്നാണ് IRCTC. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. യുവ മലയാളി നിക്ഷേപകർ ആകർഷിക്കപ്പെടുന്ന സ്റ്റോക്കുകൾ വളരെ വ്യത്യസ്ത രീതിയിൽ വളരുന്ന നൂതന ബിസിനസ് മോഡലുകൾ ഉള്ളവയാണ്. ടാറ്റ LXIലെ ടെക്നോളജി ഡ്രിവൺ സേവനങ്ങളും ഡിമാർട്ടിന്റെ സുസ്ഥിരതയും വിപുലീകരണവും IRCTCയുടെ ഡിജിറ്റൽ റെയിൽവേ സേവനങ്ങളും ഈ ട്രെൻഡിന്റെ ഉദാഹരണങ്ങളാണ്. വലിയ വളർച്ചാ സാധ്യതകളും സ്ട്രാറ്റജിക് എക്സ്പാൻഷൻ ഓപ്പർച്യൂണിറ്റീസുമുള്ള കമ്പനികളെ യങ് ഇൻവെസ്റ്റേഴ്സുകൾക്കിടയിൽ പ്രസക്തമാക്കുന്നു. എന്നാൽ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇപ്പോഴത്തെ വില നിരക്കിൽ വിലയിരുത്തിയാൽ പൊതുവെ ഫെയർ വാല്യുവേഷൻ മേഖലയിൽ തന്നെ നിലകൊള്ളുന്നതിനാൽ ഭാവിയിലേക്കുള്ള ലോങ് ടേം പെർസ്പെക്റ്റീവ് പോസിബിലിറ്റീസ് നോക്കി വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അത്തരം കാഴ്ചപ്പാടുള്ളവർക്ക് ഇവ നല്ല ട്രെൻഡിങ് മാത്രമല്ല, ഭാവിയിൽ നല്ല റിട്ടേൺ നൽകാൻ കഴിവുള്ള പവറുള്ള സ്റ്റോക്കുകളായി കണക്കാക്കപ്പെടും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചെറിയ ചെറിയ കമന്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.